അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചില നിലപാടുകൾ കാണുമ്പോൾ എന്താണ് അയാൾ പറയുന്നത്, ആ പ്രസിഡന്റ് എന്താണ് പ്രവർത്തിക്കുന്നത് ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ ബ്രസീലിയൻ്റെ മുൻ പ്രസിഡന്റ് ഉണ്ട് ബൊൽസനാരോ, ഇയാളെ വിളിക്കുന്നത് ബ്രസീലിയൻ ട്രംപ് എന്നാണ്. 27 വർഷം തടവാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് കുറ്റം. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലം മുഴുവൻ ഈ ബ്രസീലിയൻ്റെ മുൻ പ്രസിഡന്റ് ബൊൽസനാരോയ്ക്ക് തടവിൽ കഴിയേണ്ടി വരുമെന്ന്. ശരിക്കും എന്താണ് ഇയാൾ ചെയ്തത്? അല്ല, ജെയർ ബെൽസനാരോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഈ ജെയർ ബെൽസനാരോ എനിക്ക് തോന്നുന്നു നമ്മളുടെ കോവിഡ് കാലത്ത് വലിയ തരത്തിൽ വിവാദ പുരുഷനായി മാറിയ ഒരാളായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹം ബ്രസീലിൽ സൃഷ്ടിച്ചിരുന്നു. മാത്രമല്ല, ബ്രസീലിയൻ ജനക്ക് എതിരെ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉയർന്നു വന്ന ഒരു കാലമായിരുന്നു അന്ന്. അതിശക്തമായിട്ട് ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ നീങ്ങുകയും അതാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തത്. തീവ്ര വലതുപക്ഷം എന്നതിൻ്റെ ഒരു നെറ്റിപ്പട്ടമാണ് ഈ ജെയർ ബൊൽസനാരോ. പക്ഷേ അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി പുതിയ അധികാരത്തിലേക്ക് വന്നത് അവിടുത്തെ ഇടതുപക്ഷമാണ്. അങ്ങനെ ഇടതുപക്ഷം അധികാരത്തിൽ കയറിയതിന് ശേഷം, സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ബ്രസീൽ പാർലമെൻറ്റ് ഈ ബൊൽസനാരോയുടെ അനുയായികൾ കടന്നാക്രമിച്ചു, ആ കയ്യേറി നശിപ്പിച്ചു. മാത്രമല്ല, ആ ഭരണകൂടത്തിനെ അട്ടിമറിക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയാണ് ഈ ബൊൽസനാരോ എന്ന് കോടതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി അദ്ദേഹത്തിന് 27 വർഷത്തെ തടവെടുത്തിരി 70 വയസ്സായിട്ടുള്ള അദ്ദേഹം. പക്ഷേ അമേരിക്ക അതിശക്തമായിട്ട് ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ബ്രസീലിന് ചുട്ട മറുപടി കൊടുക്കും എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ട്രംപ് തന്നെ വല്ലാത്ത തരത്തിൽ കലാപമുയർത്തിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ, ട്രംപിൻ്റെ പ്രവർത്തനങ്ങൾ അതേപോലെ ആവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ബൊൽസനാരോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ബ്രസീലിയൻ ട്രംപ് എന്ന പേര് ലഭിച്ചത്. പക്ഷെ നമുക്കിപ്പോൾ അറിയാം, അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ തരത്തിൽ ഇംപീച്ച്മെൻറ്റ് മൂവ്മെൻറ്റെല്ലാം നടക്കുന്നുണ്ട്. അതെ, കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അമേരിക്കൻ ട്രംപും ഇതേപോലെ ജയിലിൽ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവരെല്ലാം നടത്തുന്ന പ്രവർത്തനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാതെയുള്ള മുന്നേറ്റങ്ങളാണ്. ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നുള്ള അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ തലക്കകത്ത് എന്താണോ ഇങ്ങനെ വെളിച്ചമായിട്ട് ഉയർന്നു വരുന്നത്, തീരുമാനമായിട്ട് വരുന്നത്, അതവരങ്ങ് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. സ്വേച്ഛാധിപതികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഭ്രാന്തൻ സ്വേച്ഛാധിപതികൾ എന്ന് ഇവരെ വിശേഷിപ്പിക്കേണ്ടതാണ്. ആ പ്രവർത്തനങ്ങളാണ് അവരെ യഥാർത്ഥത്തിൽ പിന്നീട് ജനകീയമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പുറത്താക്കുന്നതിന് കാരണമായി തീരുന്നത്. പക്ഷേ നമ്മളെപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഒരു വട്ടം അമേരിക്കയുടെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഭ്രാന്തൻ സ്വപ്നങ്ങളും നടപ്പിലാക്കാൻ ശ്രമിച്ചത് കണ്ടതാണ് അമേരിക്കക്കാർ. എന്നിട്ടും വീണ്ടും രണ്ടാമത് അദ്ദേഹത്തെ അവർ തിരഞ്ഞെടുത്തപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് നമുക്ക് യാതൊരു ഉറപ്പും പറയാനായിട്ട് കഴിയില്ല. എന്തായാലും ബൊൽസനാരോയ്ക്ക് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് കഷ്ടകാലം ആണ് എന്ന് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഈ 2022 ഒക്ടോബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലുലാഡ സിൽവ ഇയാളാണ് പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രധാനമന്ത്രി അട്ടിമറിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുകയാണ്, ഈ ബൊൽസനാരോ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ ബൊൽസനാരോയുടെ അനുയായികൾ ആദ്യം പ്രസിഡന്റ് മന്ദിരത്തിന് നേരെ ആക്രമണം നടത്തുന്നു, പാർലമെൻറ്റ് മന്ദിരത്തിന് നേരെ ആക്രമണം നടത്തുന്നു. അപ്പോൾ വീണ്ടും ബൊൽസനാരോയ്ക്ക് ഭരണത്തിൽ തുടരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റാരോപിതനായ ആളിനെ വിചാരണ ചെയ്യും, നടപടിക്രമങ്ങളെല്ലാം നടത്തുകയും ചെയ്യും. അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ 5 അംഗ ബെഞ്ച് കോടതിയിൽ ഇതിൽ 4 പേരും ബൊൽസനാരോ കുറ്റക്കാരനാണ് കണ്ടെത്തുകയാണ്. അപ്പം ഒരു ഒരു രാജ്യത്തിൻ്റെ തലവനെയാണ് ഇത്തരം ഒരു അട്ടിമറി നടത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വീണ്ടും ജയിലിലേക്ക് അയക്കുന്നതെന്ന് പറയുമ്പോൾ ഇത്തരം അധികാരഭ്രാന്തന്മാരാണോ ലോകത്തെല്ലാം? അല്ല, അവിടുത്തെ സുപ്രീം കോടതി 5 അംഗ ബെഞ്ചാണ് ആ തീരുമാനമെടുത്തത് എന്ന് നമുക്കറിയാം. അതിൽ 4 പേര് ഇയാൾ കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയിട്ടാണ് അങ്ങനത്തെ തീരുമാനത്തെ അനുകൂലിക്കുന്നത്. ഒരാൾ മാത്രമാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം എന്ന് പറഞ്ഞു. അപ്പം 5 പേര് കൂടുന്ന ഒരു ജഡ്ജ്മെൻറ്റിൽ 4 പേരും ഇയാൾ കുറ്റക്കാരനാണ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ തീർച്ചയായിട്ടും അവരുടെ പക്കലുണ്ടാകണം, അല്ലെങ്കിൽ അത് ആ ഗവൺമെൻറ്റിനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഞെട്ടിക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രസീലിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു വ്യക്തിയെ 27 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കുന്ന ഒരു വാർത്ത, അത് ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെ. കാരണം നമുക്കറിയാം, നമ്മളുടെയൊക്കെ ഒരു ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് എത്രമാത്രം കടുത്ത അഴിമതിയും അക്രമവും നടത്തിയാൽ പോലും നമ്മളുടെ ഒരു മന്ത്രിമാർക്കും ശിക്ഷ കിട്ടാറില്ല എന്ന് നമുക്കറിയാം. ഒരു അത്ഭുത വാർത്ത എന്ന് പറയുന്നത് ബാലകൃഷ്ണപിള്ളയുടെ ഒരു വാർത്ത മാത്രമാണ്. കുറച്ച് ആൾ പുള്ളി ജയിലിൽ പോയി, അതും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് വളരെ
നിർബന്ധമായിട്ട് നീറിനെ പോലെ പിടികൂടേണ്ടി വരലും മാത്രം സംഭവിച്ചിരിക്കുകയാണ്. മറ്റേത് രീതിയിലും ഈ കോടതികളുടെ ലൂപ്പ് ഹോളിലൂടെ ഇവർ പുറത്തേക്ക് വിമോചിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിതുവരെ ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ അറിവുകൾ. അതാണ് ശരി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ബ്രസീലിൽ നിന്ന് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇത് എല്ലാത്തരം ഭ്രാന്തൻ സ്വപ്നവും നടക്കുകയും ജനവിരുദ്ധമായി തീരുകയും ഏകാധിപതികളായി തീരുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് ചൂണ്ടുപലകയായിട്ട് നമുക്ക് കണക്കാക്കാം. ബ്രസീലിയൻ ട്രംപ് അതേപോലെ തന്നെ അമേരിക്കൻ ട്രംപും തമ്മിലൊരു വ്യത്യാസമില്ല എന്നാണ് പൊതുവെ ലോകം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിശേഷം പോലും അദ്ദേഹത്തിന് നൽകപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ലുലാ ഡാ സിൽവയുടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമാണ് ഇയാളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യം ശരിക്കും മനസ്സിലായത്. അപ്പോൾ ഇത്തരം ലക്ഷ്യം കണ്ടുമ്പോഴത്തേക്ക് ബോൾസനാരെ അട്ടിമറിച്ചതിൻ്റെ പേരിൽ 27 വർഷമാണ് തടവിന് ശിക്ഷിക്കുന്നത്. ഈ ബ്രസീലിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ ശിക്ഷിക്കുന്നത്. ബ്രസീലിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്കിനി ഇതിനെന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്തത്. അതായത് ജനാധിപത്യപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതെ, തെരഞ്ഞെടുപ്പിൽ അയാൾ തോറ്റുപോയി, ബോൾസനാരോ തോക്കുമെന്ന് ഈ പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ തോന്നാവുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അത്ര ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയും അതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ഇടതുപക്ഷത്തിന് വിജയം നേടാനായിട്ട് അവിടെ കഴിയുന്നത്. പക്ഷേ അങ്ങനെ വിജയിച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം ഈ പാർലമെൻറ്റ് മന്ദിരവും അതേപോലെ തന്നെ പ്രസിഡന്റ് കൊട്ടാരവും ഒക്കെ നമ്മളിപ്പോൾ ഈ നേപ്പാളിൽ കണ്ടതുപോലെ ജനക്കൂട്ടം കയറി ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ജനക്കൂട്ടത്തെ അതിന് പ്രേരിപ്പിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന കുറ്റമാണ് ഇപ്പോൾ ബോൾസനാരോക്കെതിരെ ഉയർന്നു വന്നിരിക്കുകയും അതിൻ്റെ തെളിവുകൾ രേഖപ്പെടുത്തപ്പെടുകയും അങ്ങനെ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അങ്ങനത്തെ ഒരു വാർത്തയാണ്. അതിൽ ഞെട്ടിയിട്ട് തന്നെയാണ് ട്രംപ് അതിശക്തമായിട്ട് അതിനെ എതിർക്കുകയും ഇതിന് ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇപ്പോൾ ബ്രസീൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സമ്പന്ന രാജ്യമൊന്നുമല്ല. അവർക്ക് ഒരുപാട് പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അഴിമതിയും ഒക്കെ അവിടെ ധാരാളമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലുള്ള അഴിമതി കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാം. കാരണം അക്രമവും അതുപോലെ തന്നെ അക്രമവാസനയും ഒക്കെ ഉള്ള തലമുറയാണുള്ളത്. അവർക്കൊരു പക്ഷേ അവരെ ഒന്നിപ്പിക്കുന്നത് പറഞ്ഞാൽ കായിക വിനോദങ്ങളായിരിക്കും, ഫുട്ബോൾ പോലെയുള്ള കായിക വിനോദങ്ങളായിരിക്കും ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു മികച്ച വളർച്ച ഉണ്ടാകാൻ, രാജ്യത്തിനൊരു ഉന്നതി ഉണ്ടാകാനൊക്കെ ശ്രമിക്കാൻ അവർ കുറേ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ബോൾസനാരോ എന്ന് പറഞ്ഞാൽ തീവ്ര വലതുപക്ഷക്കാരനാണ്, പക്ഷേ ജയിച്ചു വന്നത് തീവ്ര ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ ഈ വലതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനിടയിൽ അഴിമതി ഇങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെയും വല്ലാതെ അസ്വസ്ഥമാക്കില്ലേ? അല്ല, ബ്രസീലിൽ പൊതുവെ ബ്രസീൽ, അർജൻറ്റീന അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പൊതുവെ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് കുറവാണ്. അവർ വേറൊരു പ്രത്യേക തരത്തിലുള്ള മനുഷ്യരായിട്ട് ജീവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ഫുട്ബോളാണ്, അല്ലെങ്കിൽ കായിക വിനോദ മേഖലകളും അതുപോലെ ടൂറിസവുമാണ് ഈ ബ്രസീലിൻ്റെയും അർജൻറ്റീനയുടെയും ഒരു സാമ്പത്തിക സ്രോതസ്സ് പോലുമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ജീവിത പ്രക്രിയയിൽ അതിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോയ സമയത്തും അതേപോലെ തന്നെ വലിയ അഴിമതിയിലേക്ക് പോയ സമയത്തുമൊക്കെയാണ് ഈ ബോൾസനാരോക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ജനമുന്നേറ്റം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മുന്നേറ്റം എപ്പോഴും ഏത് രാജ്യത്തും പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. ജനങ്ങളെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് സ്വസ്ഥവും സമാധാനവും അതേപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വരുമാനവും ലഭിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ്. ഇപ്പോൾ ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിൽ ജീവിച്ചു പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിലൊക്കെ ഈ ഭരണകൂടങ്ങൾക്കും ഭരണാധികാരികൾക്കും താല്പര്യമില്ലാതെ വരുമ്പോഴാണ് ഭരണാധികാരികൾക്കെതിരെ തന്നെ വലിയ ഒരു ജനകീയ വികാരം ഉയർന്നു വരികയും ആ ജനകീയ വികാരമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോടതി വിധിയായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ അത് എത്ര നീണ്ടുപോകുമെന്നും എത്രമാത്രം അത് സാക്ഷാത്കരിക്കപ്പെടുമെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. വന്ന വാർത്ത ഞെട്ടലുണ്ടാക്കുന്നത് തന്നെയാണ്. 27 വർഷം ബോൾസനാരോ ജയിലിൽ കിടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ ഉയരുന്ന സമയത്ത് തന്നെ ബോൾസനാരോയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാരണം ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണം എന്ന് പറയുന്ന വാദം അമേരിക്കയിൽ പല സ്ഥലത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്തായാലും. കാരണം ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഒരു പുതിയ സാധ്യതയാണ് അത് വെളിപ്പെടുത്തുന്നത്.
അതായത് ബ്രസീലിയൻ ട്രംപിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല ഈ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്രസീലിയൻ ട്രംപിന് 27 വർഷം തടവ് എന്നുള്ളത് ഞെട്ടിക്കുന്ന വാർത്ത അത് തന്നെയാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.